أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. وإذ قال ربك للملائكة إني جاعل في الأرض خليفة قالوا أتجعل فيها من يفسد فيها ويسفك الدماء ونحن نسبح بحمدك ونقدس لك قال إني أعلم ما لا تعلمون. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നാം ഓതിക്കേട്ട ആയത്ത് സൂറ ബഖറയിലെ 31-ാമത്തെ വചനമാണ്. ഈ ആയത്തിൻ്റെ തഫ്സീറാണ് നടന്നു വരുന്നത്. കഴിഞ്ഞ ദർസിൽ മനുഷ്യ സൃഷ്ടിപ്പിനെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയുകയുണ്ടായി, ചർച്ച ചെയ്യുകയുണ്ടായി. തുടർന്ന് മുസ്ലിഹ് മൗദ് റളിയല്ലാഹു തആല അൻഹു അരുൾ ചെയ്യുന്നു, വളരെ പുരാതന മതങ്ങളിലും ഈ ചിന്താഗതി കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് ദേവതകൾ അല്ലെങ്കിൽ ദൈവങ്ങളിൽ നിന്നാണ് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് എന്ന ഒരു വിശ്വാസം. ഉദാഹരണമായി ബാബിലോണിയൻ മതം, അതിൻ്റെ ചില നിവേദനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് ദേവതകളിൽ നിന്നുമാണ് എന്ന കാര്യമാണ്. അതിന് പുറകിലുള്ള ഐതിഹ്യവും അനുബന്ധമായ അധ്യാപനങ്ങളുമെല്ലാം മുൻകഴിഞ്ഞ അധ്യാപനങ്ങളെപ്പോലെ വളരെ വിചിത്രവുമാണ്. ആധുനിക യുഗത്തിലെ തത്വചിന്തകരും സയൻറ്റിസ്റ്റുകളിലും വെച്ച് ഡാർവിൻ ഈയൊരു കാര്യം മുന്നോട്ട് വച്ചിട്ടുണ്ട്. അതായത് ഒരു നീണ്ട കാലത്തെ വ്യതിയാനങ്ങൾക്ക് ശേഷമാണ് ജീവൻ്റെ കണിക വികസിക്കാൻ തുടങ്ങിയത്. അങ്ങനെ അത് വ്യത്യസ്ത ജന്തുജാലങ്ങളുടെ രൂപത്തിൽ പരിണമിച്ചുകൊണ്ട് ഒരു ജീവിയിൽ നിന്ന്, അതായത് ഇന്ന് കാണുന്ന കുരങ്ങൻ്റെ രൂപസാദൃശ്യമുള്ള ഒന്നിൽ നിന്നാണ് മനുഷ്യൻ ഉണ്ടായത്. ഈയൊരു തത്വശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ജീവകണികയുടെ പരിണാമത്തിൻ്റെ അവസാന കണ്ണിയാണ് മനുഷ്യജന്മം. അതായത് മനുഷ്യജന്മം രൂപാന്തരം കൊണ്ടത് ഒറ്റയടിക്കല്ല. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത് ലോകത്ത് പരിണാമ സിദ്ധാന്തം തീർച്ചയായും ഉണ്ട്. അത് ആത്മീയ ലോകത്തുമുണ്ട്, ഭൗതിക ലോകത്തുമുണ്ട്. ഈ ഭൗതിക ലോകവും ഒരു നീണ്ടകാല പരിണാമത്തിന് ശേഷമാണ് ഈയൊരു പൂർണ്ണതയിൽ എത്തിയിട്ടുള്ളത്. അതുപോലെ തന്നെ ആത്മീയ ലോകവും നീണ്ടകാല പരിണാമത്തിന് ശേഷമാണ് പൂർണ്ണതയിൽ എത്തിയിട്ടുള്ളത്. വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനങ്ങൾ അനുസരിച്ച് വിവിധ ജന്തുക്കളുടെ പരിണാമഘട്ടത്തിലെ അവസാന കണ്ണിയാണ് മനുഷ്യൻ എന്ന് വിശ്വസിക്കാൻ സാധിക്കില്ല. വിശുദ്ധ ഖുർആനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യൻ്റെ പരിണാമം അത് സ്ഥായിയായതും മറ്റുള്ളവയിൽ നിന്ന് വിഭിന്നവുമാണ്. അല്ലാതെ മൃഗങ്ങളുടെ പരിണാമത്തിൽ നിന്ന് ആകസ്മികമായി പ്രത്യക്ഷപ്പെട്ട ഒന്നല്ല. ഇതുമായി ബന്ധപ്പെട്ട് വിശുദ്ധ ഖുർആനിലെ സൂറ നൂഹിൽ ഈ ഒരു അധ്യാപനം കാണാൻ സാധിക്കുന്നു. ആയത്തിൻ്റെ അർത്ഥം ഇപ്രകാരമാണ്: അല്ലയോ ജനമേ, നിങ്ങൾക്കെന്തു പറ്റി? നിങ്ങൾക്ക് അള്ളാഹുവിനെ സംബന്ധിച്ച് അവൻ എല്ലാ കാര്യങ്ങളും യുക്തിഭദ്രമായി ചെയ്യുന്നവനാണ് എന്ന് ദൃഢനിശ്ചയമില്ലേ? വാസ്തവത്തിൽ അവൻ നിങ്ങളെ പല ദശകളിലായി സൃഷ്ടിച്ചിരിക്കുന്നു. അള്ളാഹു 7 ആകാശങ്ങളെ പരസ്പരം യോജിച്ച നിലയിൽ എങ്ങനെ സൃഷ്ടിച്ചുവെന്ന് നിങ്ങൾ കണ്ടില്ലേ? അവയിൽ അവൻ ചന്ദ്രനെ ഒരു പ്രകാശവും സൂര്യനെ ഒരു പ്രദീപവുമാക്കി വച്ചിരിക്കുന്നു. നിങ്ങളെ അള്ളാഹു ഭൂമിയിൽ നിന്ന് നല്ല നിലയിൽ ഉൽപ്പാദിപ്പിച്ച് വളർത്തിയിരിക്കുന്നു. പിന്നീട് അവൻ നിങ്ങളെ അതിലേക്ക് തിരിച്ചയക്കുകയും നിങ്ങളെ അവൻ എഴുന്നേൽപ്പിച്ച് പുറത്തു കൊണ്ടുവരികയും ചെയ്യും. അത്വാർ എന്ന് പറഞ്ഞാൽ ഒരുപാട് പരിധികളിലൂടെ കടന്നുപോയിക്കൊണ്ട്, ഒരുപാട് ഘട്ടങ്ങളിലൂടെയും അവസ്ഥകളിലൂടെയും കടന്നുപോയിക്കൊണ്ട്
മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു എന്നാണ്. ഓരോ വളർച്ചാഘട്ടങ്ങളിലും ശക്തിയുടെയും രൂപത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അത് വ്യത്യസ്തവും വേറിട്ടതുമാണ്. രണ്ടാമത്തെ ഒരു കാര്യം ഈ ആയത്തിൽ നിന്നും മനസ്സിലാകുന്നത്, മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഒരു കാലഘട്ടം എന്നുള്ളത് ആകാശഭൂമി സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പുള്ളതാണ്. കാരണം ഈ ആയത്തിൽ മനുഷ്യ സൃഷ്ടിപ്പിനെ 2 ഭാഗങ്ങളായി വിഭജിച്ചിരിക്കുന്നു. അതിലെ ഒരു ഭാഗം ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്നതിന് മുമ്പായിട്ടും, അതുപോലെ തന്നെ ഒരു ഭാഗം ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെട്ടതിന് ശേഷവുമായിട്ടാണ് പരാമർശിക്കപ്പെട്ടത്. അപ്പോൾ ഇതിൽ നിന്നും മനസ്സിലാകുന്നത്, ആകാശവും ഭൂമിയും ഇന്ന് കാണുന്ന നിലയിൽ രൂപാന്തരം കൊള്ളുന്നതിന് മുമ്പായി തന്നെ മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ ഒരു ഭാഗത്തിന് തുടക്കം കുറിച്ചിരുന്നു. ഇതിൽ നിന്നും മനസ്സിലാകുന്നത്, ആകാശ ഭൂമികളുടെ പദാർത്ഥങ്ങൾ അതിൻ്റെ ഏറ്റവും പ്രഥമാവസ്ഥയിൽ ഉണ്ടായിരുന്ന സമയത്ത് പോലും, അതായത് ഈ ലോകത്തിൻ്റെ ഏറ്റവും ആദ്യത്തെ അവസ്ഥയിലും ജീവകണിക ഏതെങ്കിലുമൊക്കെ രൂപത്തിൽ അന്നും ഉണ്ടായിരുന്നു. അതാണ് പിന്നീട് മനുഷ്യനാകുന്നത്. മൂന്നാമത്തെ ഒരു കാര്യം ഈ ആയത്തിൽ നിന്നും മനസ്സിലാകുന്നത്, ഈ പദാർത്ഥങ്ങളെല്ലാം ഒരുമിച്ചു കൂടിക്കൊണ്ട് എല്ലാ നിലയിലും ആകാശവും ഭൂമിയും സൃഷ്ടിക്കപ്പെടുന്ന ഒരവസ്ഥയിൽ എത്തിയപ്പോൾ മനുഷ്യനു മുകളിൽ ഒരു പുതിയ കാലഘട്ടം ആരംഭിച്ചു. അങ്ങനെ ആ ജീവകണിക ഭൂമിയിൽ നിന്നും പുറത്തേക്ക് വെളിപ്പെടുകയുണ്ടായി. ഏതുപോലെ സസ്യങ്ങൾക്ക് ഒരിടത്ത് നിന്ന് മറ്റൊരിടത്തേക്ക് സ്വയം നീങ്ങാൻ സാധിക്കാത്തതുപോലെ, സസ്യങ്ങൾ ഈർപ്പമുള്ള സ്ഥലങ്ങളിൽ നിന്ന് അതിനാവശ്യമായ ഭക്ഷണം ശേഖരിക്കുന്നത് പോലെ ആ ജീവകണികയും ദുർബലമായിരുന്നു. അതിന് ചലിക്കാനുള്ള ശേഷിയുണ്ടായിരുന്നില്ല. പിന്നെ അത് പതിയെ പതിയെ ചലിക്കാൻ ശേഷിയുള്ള ഒരു അസ്തിത്വത്തിൻ്റെ രൂപം സ്വീകരിക്കാൻ ആരംഭിച്ചു. ഈ വാദത്തിന് തെളിവായിക്കൊണ്ട് നാലാമത്തെ ഒരു കാര്യം ഇപ്രകാരം സമർപ്പിക്കുന്നു: മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ അവൻ്റെ ശവശരീരം വീണ്ടും മണ്ണിൽ തന്നെ ലയിക്കുന്നു. അത് വാസ്തവത്തിൽ ഈയൊരു കാര്യത്തിനുള്ള തെളിവാണ്. അതായത് മനുഷ്യ സൃഷ്ടിപ്പിൻ്റെ തുടക്കം എന്നത് മണ്ണിലടങ്ങിയിട്ടുള്ള ധാതുക്കൾ മുഖേനയാണ്. അല്ലായിരുന്നുവെങ്കിൽ മനുഷ്യ ശരീരം ജീർണിച്ച് മണ്ണാകുമായിരുന്നില്ല. അതായത് ശവശരീരം മണ്ണിൽ ലയിക്കുന്നതും മനുഷ്യ ശരീരത്തിലെ ധാതുക്കൾ മണ്ണിലെ ധാതുക്കളുമായി കൂടിച്ചേരുന്നതും അതിൻ്റെ യാഥാർത്ഥ്യത്തിലേക്കുള്ള ഒരു തെളിവാണ്. വീണ്ടും പറയുകയാണ്, ഈയൊരു മണ്ണുമായി ലയിക്കുന്നതോടെ മനുഷ്യ ശരീരത്തിലെ എല്ലാ ധാതുക്കളും നിർജീവമായി എന്ന് മനസ്സിലാക്കരുത്. നേരെ മറിച്ച് അള്ളാഹു ഈയൊരു കാര്യം വിധിച്ചിട്ടുള്ളതാണ്. അതായത് മണ്ണിൽ നിന്നും ഉണ്ടായതിനു ശേഷം മനുഷ്യന് പരിണാമത്തിൻ്റെ ഫലമായി ലഭിച്ച ഒരു സ്ഥായിയായിട്ടുള്ള അവസ്ഥ, അഥവാ മനുഷ്യൻ്റെ ആ പൂർണ്ണ രൂപം, ആ ഒരു അവസ്ഥയിലേക്ക് അള്ളാഹു പിന്നീടൊരിക്കൽ അവനെ കൊണ്ടുവരുന്നതായിരിക്കും. മനുഷ്യന് വീണ്ടും മറ്റൊരു ജീവിതം കൂടി ലഭിക്കും. ആ ജീവിതത്തിൽ താൻ ചെയ്ത പ്രവൃത്തികളെ സംബന്ധിച്ചുള്ള കണക്കുകൾ അവന് ബോധിപ്പിക്കേണ്ടി വരും. ഇതിൻ്റെ ഒരു രത്നച്ചുരുക്കമെന്നാൽ, ഈ ആയത്തിൽ നിന്നും വ്യക്തമാകുന്നത്, വിശുദ്ധ ഖുർആൻ്റെ അധ്യാപനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മനുഷ്യൻ്റെ സൃഷ്ടിപ്പ് പെട്ടെന്ന് ഒരു സമയത്ത് ഉണ്ടായതല്ല. നേരെ മറിച്ച് സർവശക്തനായ അള്ളാഹു ഈ പ്രപഞ്ചത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ സൃഷ്ടിപ്പിനുള്ള സംവിധാനം എപ്പോഴാണോ ഒരുക്കിയത്, ആ സമയം മുതൽക്കേ ആ ദൈവം മനുഷ്യ സൃഷ്ടിപ്പിനുള്ള അടിത്തറയും പാകിയിരുന്നു. അങ്ങനെ വ്യത്യസ്ത സമയങ്ങളിലും ഘട്ടങ്ങളിലും അതിനെ വികസിപ്പിച്ചുകൊണ്ട് ഭൂമിയിൽ നിന്നെടുത്തുകൊണ്ട് മനുഷ്യരൂപവും തിരിച്ചറിവും ബുദ്ധിശക്തിയും അതിന് നൽകുകയുണ്ടായി. വാഖിർ ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.